അതേപോലെ ചെന്നൈയിലേക്ക് പോവാനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യണം. ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ടത് സത്യത്തിൽ വേറൊന്നുമല്ല, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇളനീരിൻ്റെ കച്ചവടമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇളനീരിൻ്റെ കച്ചവടം ആദ്യം ജോലിക്ക് കയറി ഏകദേശം ഒരു 4-6 വർഷത്തോളം, 6-7 വർഷത്തോളം, 4-5 വർഷത്തോളം പിന്നെ ഞാൻ ഓരോരുത്തരുടെ ജോലി, അതായത് നമ്മുടെ ജ്യേഷ്ഠൻ്റെ സ്നേഹിതനായിരുന്നു മൊയ്തീനിക്കാന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കടയിൽ കുറച്ച് കാലം. പിന്നെ അതേപോലെ എടപ്പാളിലാണ് അവർ. ഒന്ന് ഞങ്ങൾ പൊട്ടുക്ക എന്ന് വിളിക്കുക. പൊട്ടുക്ക അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു അനിയുണ്ട്, ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ ഇമ്പായിക്ക എന്നാണ് വിളിക്കുക. പിന്നെ അതേപോലെ അതിൻ്റെ വേറൊരു അനിയുണ്ടായിരുന്നു, അബ്ദുള്ള. അദ്ദേഹം മരണപ്പെട്ട്. അത് പെട്ടെന്ന് താഴെയുള്ള അനിയനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട്, എന്തോ അസുഖമായിട്ടായിരുന്നു. അത് ഞാൻ നാട്ടിൽ അപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഗൾഫിലാണ് തോന്നുന്നുണ്ട് ആ സമയത്തൊക്കെ. മരണ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പോകാനൊന്നും പറ്റിയില്ല, അദ്ദേഹത്തൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ കടയിലൊക്കെ കുറച്ച് കാലം ഇളനീ കച്ചവടം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ മൊയ്തീനിക്കാൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഹസ്ബൻഡുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതേപോലെ ഗുലാം, ഷറഫ്, അഷ്റഫ് അവരുടെയൊക്കെ കൂടെ താഹ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയിൽ. നാസർ, ഇവരൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പേരാണ്. പിന്നെ അതേപോലെ ഷാഹുൽ, ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ പേര് നല്ലതിൽ അട്രാക്റ്റായിട്ടുള്ള ആളുകളുടെ പിന്നെ പേരുകളാണ് ഇപ്പോൾ ഓർമ്മയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇവരായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ് ഞാൻ. ഇതിൽ കട ഉണ്ടായിരുന്ന ഒന്ന് നമ്മളെ പട്ടുക്ക മൊയ്തീനിക്ക, ഇവരുടെ കടയിലാണ് കുറച്ച് കാലം വർക്ക് ചെയ്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ടുള്ള, ഞാൻ വളരെ പ്രാരാബ്ധമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ. വളരെ പ്രാരാബ്ധം. പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം. 2 പെങ്ങളുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ തന്നെ, എൻ്റെ ജ്യേഷ്ഠനാണ്. മൂത്ത പെങ്ങളൊക്കെ കെട്ടിച്ച എൻ്റെ ജ്യേഷ്ഠനാണ്. അന്നൊക്കെ നമ്മൾ ചെറുപ്പമല്ലേ, കാരണം നമ്മളെ കൊണ്ടൊന്നും അധികം ഇതാക്കാൻ പറ്റിയില്ല. കിട്ടണത് അത്യാവശ്യം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, ആ ഒരു ഇത് അത്രേ അപ്പോഴത്തെ ഇതിൽ നമുക്ക് അതിനുള്ള ഉള്ളൂ. രണ്ടാമത്തെ പെങ്ങളെ കെട്ടിക്കുമ്പോൾ പിന്നെ ഞാനും 2 കൂടിയിട്ട് പിന്നെ കണ്ട് വിവാഹം കഴിച്ചു കൊടുത്തൊക്കെ. പിന്നെ അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ ബോംബെയിൽ നിന്ന് അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോവുക. അങ്ങനെയാണ് ചെന്നൈയിലെ അനുഭവം ഉണ്ടായത്. അതായത് ഒരു ദിവസം രാത്രി ചെന്നൈയിൽ നിന്ന് പുലർച്ചെ വന്നിട്ടാണ് ചെന്നൈയിൽ വന്ന് ഇറങ്ങുന്നത്. ഓക്കെ, അവിടെ ഒരു ഹോട്ടലിൽ അങ്ങനെ വർക്ക് കിട്ടി. ആ വർക്ക് ഞാൻ ഒരിക്കൽ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യപ്പള്ളി ഗഫൂർഖാൻ്റെ കടയിലാണ്, എനിക്ക് ഹോട്ടലിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. യാദൃശികമായിട്ട് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ പിന്നെ അവിടുന്ന് പരിചയപ്പെട്ട്, മാറഞ്ചേരിയിലൊക്കെ ഉള്ള ആളുകളായിരുന്നു. എന്നിട്ട് കുറച്ച് കാലം അവരായിട്ടൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പം മറക്കാൻ പറ്റാത്തൊരു പിന്നെ അനുഭവമാണ്. എന്തായാലും ഇനിയും വരണ്ട് ഇതേപോലൊക്കെ ഉള്ള വീഡിയോ ആയിട്ട്. ഓക്കെ, അങ്ങനെ ആവട്ടെ.